കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 66-ാമത്തെ ദിനമായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, ആത്മാവ് സ്വാഭാവിക പ്രവണതകളെ എത്രമാത്രം നിഷേധിക്കുന്നുവോ അത്രയധികം അതിൻ്റെ ആർദ്രത തീവ്രവും നിസ്സാർത്ഥവും ആയിത്തീരുന്നു. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുത്രേസ്യ പുണ്യവതി സ്വാഭാവിക പ്രവണതകളെ എത്രമാത്രം നിഷേധിക്കുന്നുവോ തള്ളിക്കളയുന്നുവോ അത്രത്തോളം ഞങ്ങളുടെ ആത്മാവ് കൂടുതൽ തീവ്രത നിറഞ്ഞതും നിസ്വാർത്ഥവുമായി തീരുന്നുവെന്നാണല്ലോ നീ ഞങ്ങളെ പഠിപ്പിക്കുക. ഞങ്ങളുടേതായ ഇഷ്ടങ്ങളെ, ഞങ്ങളുടേതായ പ്രവണതകളെ നിഹനിച്ചുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന വഴികളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തുവാനായിട്ട് പുണ്യവതി നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.